നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് കരുത്തരായ ISL രണ്ട് ടീമുകളാണ്. പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും നിലവിൽ നിൽക്കുന്ന രണ്ട് ടീമുകളാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഒന്നാം സ്ഥാനത്ത് ഒഡീഷ FC ആണ് പോയിന്റ് ടേബിളിൽ നിൽക്കുന്നതെങ്കിൽ രണ്ടാം സ്ഥാനത്ത് FC ഗോവ, മൂന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിങ്ങനെ ആണ് കിടക്കുന്നത്. ഒന്നും രണ്ടും ടീമാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. നിലവിൽ ഒഡീഷ FC 14 മത്സരങ്ങൾ കളിച്ചപ്പോൾ FC ഗോവ വെറും 11 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. 9 മത്സരങ്ങൾ ഒഡീഷ FC വിജയിച്ചപ്പോൾ 8 മത്സരങ്ങൾ ഗോവ വിജയിച്ചു. 3 മത്സരങ്ങൾ വെച്ച് സമനിലയിൽ ഇരു ടീമുകളും അവസാനിപ്പിച്ചിട്ടുണ്ടോ മത്സരങ്ങൾ. 2 മത്സരങ്ങൾ ഒഡീഷ FC തോറ്റപ്പോൾ 1 മത്സരം പോലും FC ഗോവ തോറ്റിട്ടില്ല. 30 പോയിൻറ്റുമായിട്ടാണ് ഒഡീഷ FC ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 27 പോയിൻറ്റുമായിട്ട് FC ഗോവ നിലനിൽക്കുന്നത്. മികച്ച ടീം തന്നെയാണ്. മികച്ച പ്രകടനമാണ് ഈ സീസണിൽ ഇരു ടീമുകളും കാഴ്ചവെക്കുന്നത്. ഒഡീഷ FCയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വമ്പൻ താരമായ ടിക്കോ മൗറീഷ്യോ, അതേപോലെ തന്നെ റോയ് കൃഷ്ണ എന്നിവരുടെ ഗോളുകളെല്ലാം അടിച്ചു കൂട്ടുന്നത് നമ്മൾ പല മത്സരങ്ങളിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ നിറയെ ഗോളുകൾ കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുതി വീഡിയോ അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കുകയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ എത്ര ഗോളിന് ഏത് ടീം വിജയിക്കാനാണ് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനായി ഫെഡർ എന്ന് പറയുന്ന താരം വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഫെഡർ ടീം വിടാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോഴല്ല, മാർച്ച് മാസത്തിൽ ഫെഡറിന് ലിത്വാനിയൻ ടീമിന് വേണ്ടി ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ താരം തിരിച്ച് നാട്ടിലേക്ക് പോകുമെന്നാണ് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആരാധകരും ചോദിക്കുന്ന ISL മത്സരങ്ങൾ നഷ്ടമാകുമോ എന്ന്. എന്നാൽ നഷ്ടമാകില്ല, കാരണം ആ സമയത്താണ് ഇന്ത്യൻ ടീമിൻ്റെയും ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ISL ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ താരം പോയാലും മത്സരം കളിക്കേണ്ടി വരില്ല. ലൂണ പകരക്കാരനായിട്ട് വരുമെന്നെല്ലാം പല അപ്ഡേറ്റ് വന്നെങ്കിൽ പോലും ഇതെല്ലാം ഫേക്ക് തന്നെയാണ്. ഫെഡർ തിരിച്ചും ബ്ലാസ്റ്റേഴ്സിൽ വീണ്ടും വരും.